ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ എനിക്കൊരു ഏരയല്ലടാ. ഇന്നത്തെ ഇര ചിലപ്പോ നാളത്തെ വേട്ടക്കാരനാ സാറേ. ഇന്നത്തെ വേട്ടക്കാരൻ ചിലപ്പോ നാളെ ഇരയും ആവാം. അത് കാലം സാറിന് മനസ്സിലാക്കി തരും. ഭീഷണി, അതും എന്നോട്. ഇനി നിനക്ക് ഞാനുണ്ട്. എഴുന്നേക്ക്, വാ, എന്റെ കൈ പിടിച്ചോ. നോ ഷീസ് ഓക്കെ. അടുത്ത 10 മിനിറ്റ് ക്ലോസ് ആയി തന്നെ ഒബ്സർവ് ചെയ്യണം. ശരി ഡോക്ടർ. ഉണരുമ്പോ അധികം സംസാരിപ്പിക്കണ്ട. കുറച്ച് കഴിയുമ്പോ നോർമൽ ആയിക്കോളും. അൺയൂഷ്വലായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അടുത്ത സ്റ്റെപ്പ് എന്തെയാണെന്ന് ഞാൻ അപ്പോ പറയാം. ശരി ഡോക്ടർ. ഓക്കെ. ഇപ്പൊ ആകെ വിയർത്ത് കുളിച്ചില്ലേ? ഇനി ഡ്രസ്സൊക്കെ മാറ്റി ആഹാരമൊക്കെ കഴിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം. ബാബുവേട്ടാ, വരാന്തേ കിടക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഓ, അത് മതി. ദേ ഇവിടെ തന്നെ കാണണേ, അല്ലാതെ വേറെങ്ങും പോയി കിടന്ന് ഉറങ്ങിക്കളയരുത്. ഏയ് ഇല്ലില്ല, ഞാൻ ഇവിടെ തന്നെ കാണും. വാ മക്കളെ. ആ സാന്റാക്ലോസ് സൂപ്പർ ആയിരുന്നു. എനിക്ക് ആ സാന്റാക്ലോസിന്റെ മാസ്ക് വേണമായിരുന്നു. സാന്റാക്ലോസിന്റെ ഡ്രസ്സാ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആണോ? ഒന്നും മിണ്ടാതെ വേഗം വാ, നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അതെന്താ പരിപാടി? അതൊക്കെ ഉണ്ട്. വേണ്ട, ഒരുപാട് എണീറ്റ് കഷ്ടപ്പെടണ്ട. ഇനി അർച്ചനെ നീ അങ്ങ് മറന്നേക്ക്. അവളെ നിനക്ക് ഈ ജന്മം കിട്ടാൻ പോകുന്നില്ല. നിന്റെ എല്ലാ അന്വേഷണങ്ങളും ഈ ലോക്കപ്പിനുള്ളിൽ അവസാനിച്ചു. ഇവിടെ നിന്ന് നേരെ നീ ജയിലിലേക്ക്. ഒരു ജീവപര്യന്തം. അത് ഞാൻ നിനക്കെന്തായാലും വാങ്ങിച്ചു തരും.
സാറിനെ ഇനിയും വേണമെങ്കിൽ തല്ലിക്കോ. സാറിന്റെ കൂടെയുള്ള പോലീസുകാരുടെ ചവിട്ടും തൊഴിയും കൊണ്ട് ഇതിനകത്ത് കിടന്ന് ചാവേണ്ടി വന്നാലും സാറിന് എന്നെ കൊണ്ട് ഈ കൊലപാതകം ചെയ്തത് ഞാനാണെന്ന് സമ്മതിപ്പിക്കാൻ പറ്റത്തില്ല സാറേ. മുക്കോളം വെള്ളത്തിൽ മുങ്ങിയ പിന്നെ ഉള്ളിലില്ലല്ലോ സാറേ. അതുകൊണ്ട് എന്റെ ശരീരം വേദനിക്കത്തില്ല. എന്താണെന്നറിയോ, അതിനേക്കാളും വലിയ വേദന സാറേ എനിക്കെന്റെ അർച്ചന. അപ്പൊ പിന്നെ സാറിന്റെ ഈ അടിയുടെ വേദന എന്നെ എങ്ങനെ ബാധിക്കും? നീ ശരിക്കും ഹീറോടാ. സ്വന്തം പെണ്ണിന് വേണ്ടി എന്തും ത്യജിക്കാനും സഹിക്കാനും തയ്യാറുള്ള നായകൻ. പക്ഷേ നിന്നെക്കാൾ മിടുക്കരായ ഒരുപാട് നായകന്മാർ ഇതുപോലെ പല പോലീസ് സ്റ്റേഷനിലും ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങി നാടിയിട്ടുണ്ട്. ചത്ത് മലച്ച് കിടന്നിട്ടുണ്ട്. ചാക്ക് കണക്കിന് പഞ്ചസാര പൊതിഞ്ഞ് പെട്രോളിൽ കുളിച്ച് എരിഞ്ഞ് നീറിപ്പോയിട്ടുണ്ട്. പിന്നെയാണോ നിന്നെപ്പോലുള്ള ഒരു തൈ? നീ എനിക്കൊരു എരയല്ലടാ. ഇന്നത്തെ ഇര ചിലപ്പോ നാളത്തെ വേട്ടക്കാരനാ സാറേ. ഇന്നത്തെ വേട്ടക്കാരൻ ചിലപ്പോ നാളെ ഇരയോ ആവാം. അത് കാലം സാറിന് മനസ്സിലാക്കി തരും. ഭീഷണി, അതും എന്നോട്. നീ എന്നെ അങ്ങ് ചെരയ്ക്കൊന്നല്ലടാ. ഭീഷണിയൊന്നുമല്ല സാറേ. ഞാൻ സാറിന് തിരിച്ചെന്തെങ്കിലും ചെയ്യുമെന്നല്ല ഞാനീ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലെങ്കിലും നിങ്ങളെപ്പോലുള്ള പോലീസുകാരെ അടിച്ചു ജയിക്കാനും മാത്രം ഞാനൊരു അമാനുഷനായ നായകനൊന്നുമല്ല. ഒരു സാധാരണ മനുഷ്യനാ. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെയൊക്കെ തല്ലുകൊണ്ട് ഞാനിങ്ങനെ കിടക്കുന്നത്. പക്ഷേ പ്രകൃതിക്കൊരു നിയമമുണ്ട് സാറേ. അതെനിക്കും സാറിനും ഒക്കെ ഒരുപോലെയാ. അത് ഞാൻ സാറിനെന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. പിന്നെന്റെ അർച്ചന, എനിക്ക് ഉറപ്പുണ്ട് സാറേ, ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടത് അവളെ തന്നെയാ. ഇന്നല്ലെങ്കിൽ നാളെ അവൾ എന്നിലേക്ക് തന്നെ തിരിച്ചു വരും. ഇതിപ്പോ ഇത്രയ്ക്ക് അടുത്തെത്തിയില്ലേ, ഇനി അധികം ദൂരമില്ല. ആ സന്തോഷം ഓർത്ത മതി സാറേ. ഈ ലോക്കപ്പിലെ വേദനയൊക്കെ എനിക്ക് പുല്ലുപോലെയാ. സാറിന് ഇനി എന്നെ അടിക്കണോ? അടിക്ക് സാറേ, എത്ര വേണമെങ്കിലും അടിക്ക്, ഞാൻ കൊണ്ടോളാം. പക്ഷെ എന്റെ അർച്ചനയെ മറക്കാൻ എനിക്ക് ജന്മത്ത് പറ്റില്ല സാറേ. അപ്പോ നിനക്കിനി ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാം. അതിന് നീ തയ്യാറായിക്കോ? പോവാണോ സാറേ? ഒന്നുകൂടെ തല്ലിയച്ചു പോ.